പുത്തൂർ ചെറുമങ്ങാട് ചേരിയിൽ ദേവിയുടെ പവിത്ര സന്നിധിയിൽ സ്വർണ്ണക്കൊടിമരമെന്ന ചിരകാല സ്വപ്നം സഫലമാവുകയാണ്. ദേവിയുടെ അനുഗ്രഹ കടാക്ഷങ്ങളുടെ ശക്തിയാൽ ദേവവൃക്ഷം കണ്ടെത്തി വിശേഷാൽ പൂജകൾക്ക് ശേഷം മരമൊരുക്കൽ നടത്തി അമ്മയുടെ സന്നിധിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാന ഘട്ടമാണ് കൊടിമര തൈലാദിവാസം. വിശേഷപ്പെട്ട നിരവധി ഔഷധക്കൂട്ടുകളും ശുദ്ധമായ എള്ളെണ്ണയും പ്രത്യേക വിധിയിൽ ചേർത്താണ് ഔഷധ തൈലം തയ്യാറാക്കുന്നത്. 2026 ആഗസ്റ്റ് 23 ഞായറാഴ്ച പകൽ 12 മണി കഴികെ 12:30 ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുളക്കട വടശ്ശേരി മഠത്തിൽ ബ്രഹ്മശ്രീ നാരായണരുടെയും ക്ഷേത്രം മേൽശാന്തി പട്ടാഴി കാര്യാട്ട് മഠം വിനോദ് ഡി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ കൊടിമര തൈലാദിവാസം നടക്കും. സ്വർണ്ണക്കൊടിമര തൈലാദിവാസത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് 500 ഗ്രാം, 1 കിലോ, 2.5 കിലോ, 5 കിലോ എന്ന രീതിയിൽ പ്രത്യേക നിരക്കിൽ തൈല സമർപ്പണം നടത്താവുന്നതാണ്. ഒരു ക്ഷേത്രമാണ് ഈ ദേവീക്ഷേത്രത്തിൽ എല്ലാ ആൾക്കാരുടെയും ചിരപുരാതന കാലമായിട്ടുള്ള ഒരു അഭിലാഷമാണ് ഇന്നിപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊടിമരത്തിൻ്റെ നമ്മുടെ തേക്കിൻ തടി കെട്ടിവെച്ച് എണ്ണത്തിലേക്ക് കയറ്റി കിടത്തുകയാണ്. ഇനി കൈലാദിവാസം ഈ മാസം 23-ാം തീയതി 12-നും 12:30-ക്കും ഇടയ്ക്ക് നമ്മുടെ ചില വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം എല്ലാ നോട്ടീസിൽ കാണിച്ചിട്ടുള്ള സാന്നിധ്യത്തിൽ 12-നും 12:30-ക്കും ഇടയ്ക്ക് അതിൻ്റെ തൈലാദിവാസം നടക്കും. അത് കഴിഞ്ഞ് 6 മാസം വരെ ഈ തൈലാദിവാസത്തിൽ ഈ തേക്കിൻപടി അതിന് അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ 6 മാസം കഴിയുമ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെ അത് അതിൻ്റെ സ്വർണം പൂശാൻ ആദ്യം ചെമ്മിൽ ഇതുണ്ടാക്കിയിട്ട് സ്വർണം പൂശി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ഷേത്രത്തിന് കിഴക്ക് വശത്ത് ദേവിയുടെ എല്ലാ നാട്ടുകാരുടെ നിന്ന് മാത്രമല്ല സകല ഈ അടുത്ത പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൊടിമര നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിലാണ് ഇപ്പം ഇവിടെ സെക്രട്ടറി പറഞ്ഞല്ലോ, നമ്മുടെ ചെറുമങ്ങാട് കരയെന്നല്ല ഈ പ്രദേശത്തിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു സ്വർണ്ണക്കൊടിമരം വേണമെന്നുള്ളത്. ഭക്തജനങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരാഗ്രഹമാണ് ഇപ്പോൾ സഫലീകരണമാകാൻ പോകുന്നത്. ഈ ഉത്സവത്തോടു കൂടി ഈ കുംഭത്തിരുവാതിര പെരുന്നാൾ ഉത്സവം കൊടിയേറുമ്പോൾ സ്വർണ്ണക്കൊടിമരത്തിലായിരിക്കും ഈ കൊടിയേറ്റ് ഉത്സവം നടക്കുന്നത് നടക്കണമെന്നാണ് ഞങ്ങളുടെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാം ആഗ്രഹം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ എല്ലായിടവും ഈ കോൺക്രീറ്റ് പണിയുന്നതിനോട് ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ തേക്കിൻ്റെ തടി വളരെ ദൂരെ നിന്ന് തന്നെ പാലായിലുള്ള അരങ്ങാട്ടുപള്ളി എന്ന പ്രദേശത്ത് നിന്ന് ഇതിൻ്റെ ശില്പി പ്രത്യേകമായി കണ്ടെത്തി അത് അവിടെ വേണ്ട ക്രിയകളെല്ലാം ചെയ്ത് കർമ്മങ്ങളെല്ലാം ചെയ്ത് വളരെ ഘോഷയാത്രയോടു കൂടിയാണ് ഇതിവിടെ എത്തിച്ച് ഇതിൻ്റെ പണി തുടങ്ങി. പണിയെല്ലാം പൂർത്തിയായി, തടിയുടെ പണിയെല്ലാം പൂർത്തിയായി. ഇന്നത് ഈ തൈലാദിവാസം ഓഗസ്റ്റ് 23-ാം തീയതിയാണ് നടക്കുന്നതെങ്കിലും ഇന്ന് അതെടുത്ത് ഈ എണ്ണത്തോണി വെക്കുന്ന ഒരു ചടങ്ങ്, നിർഭരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് ചെറുപ്പക്കാർ വ്രതം നിന്ന് 10-20 ചെറുപ്പക്കാർ ഇതെടുത്ത് വെക്കുന്നതിന് വേണ്ടി വ്രതം നിന്ന് ഇതൊന്ന് എടുത്തു വെക്കുന്ന വളരെ മംഗളകരമായ ചടങ്ങിൻ്റെ സാക്ഷ്യം വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഭക്തങ്ങൾ അവിടെ കൂടിയിരിക്കുന്നത്. തീർത്തും ഇത് ദേവിയുടെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ പടിവഴിയിൽ എവിടെ എന്ത് കാര്യം തുടങ്ങി വെച്ചാലും അത് ഭഗവതി അത് പൂർത്തീകരിച്ച് തരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കാരണം ഈ ഞങ്ങളിവിടെ നമുക്കറിയാം, പണ്ട് ഇവിടുത്തെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ വേറെ ഒരു കൊച്ചു കുരിയാല പോലുള്ളൊരു ക്ഷേത്രം, അതും പിന്നെ കോൺക്രീറ്റിലെ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു. അത് പരമ്പരാഗതമായി ദേവപ്രശ്നം നടത്തിയപ്പോൾ ഇതൊരു മഹാക്ഷേത്രമാകുമെന്ന് നമ്മുടെ അന്നത്തെ നമ്മുടെ അന്നത്തെ ദൈവജ്ഞൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ സഫലീകരണമാവുകയും ചെയ്തു. തേക്കിൻ തടിയിലും അതുപോലെ ചെമ്പിലും അതുപോലെ കൃഷ്ണശിലയിലും ഒക്കെ നിർമ്മിച്ച മഹാക്ഷേത്രവും അതിൻ്റെ നാലമ്പലവും അതിൻ്റെ എല്ലാമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്ത പരിപാടിയാണ് ഇതിൻ്റെ നടപ്പാത നിർമ്മിച്ചു. അതെല്ലാം കഴിഞ്ഞ ഇനി അടുത്ത പടിയാണ് ഈ സ്വർണ്ണക്കൊടിമരം. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഘട്ടം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അന്നേരം അത് ആലോചിക്കും. എന്തായാലും ഇത് ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷം പൂവണിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസവും അതുപോലെ തന്നെ എല്ലാവർക്കും അതിൻ്റേതായ ഒരു തൃപ്തി
അത് ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കുണ്ട്. എല്ലാവരും എല്ലാവരും സംഭാവന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സംഭാവന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഈ ഉത്സവത്തിന് മുമ്പായിട്ട് തന്നെ അത് കിട്ടുകയും ഇപ്പോൾ കുറച്ച് പിരിവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നല്ല മംഗളമായി തീരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടുത്തെ കരക്കാരും ഭക്തജനങ്ങൾ വരുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകണമെന്ന ഉത്സവത്തിൻ്റെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.